ഞങ്ങൾ ചൂരൽമലയിലെ കുട്ടികളാണ്. ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന നാടകത്തിൻ്റെ പേരാണ് വെള്ളപ്പൊക്കത്തിൽ. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തന്നെ ഒരു നേരിട്ടൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. നമുക്ക് ഈ പ്രളയം നേരിട്ട് ബാധിച്ച മാനസികമായ മുറിവേറ്റ കുട്ടികളെ ഈ മേളകളിലെല്ലാം പങ്കെടുപ്പിക്കണമെന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അതനുസരിച്ച് ഞങ്ങളൊരു 98 കുട്ടികളെ കണ്ടെത്തി. ഒരു നാടകം വേണമെന്ന് ഒരു അഭിപ്രായം വന്നപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു നാടകം എഴുതി നോക്കി. അപ്പോൾ നമ്മുടെ സംവിധായകൻ എന്ന് പറയുന്ന ജോബ് മഠത്തിൽ, അജയൻ സാർ എന്ന് പറയുന്ന 2 പേരും കൂടെ ചേർന്ന് നാടകം എഴുതുക. പക്ഷേ അത് കുട്ടികളെ അത് പറയുമ്പോൾ വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തലായിപ്പോവും. അപ്പോൾ ആ ഓർമ്മപ്പെടുത്തൽ വരാനും പാടില്ല, എന്നാൽ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറയുകയും വേണമെന്നുള്ളൊരു വിഷയത്തിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഈ കഥ തിരഞ്ഞെടുത്തത്. നാടകത്തിൽ അഭിനയിക്കുന്ന കുട്ടികളൊക്കെ ഒരു കുട്ടി മണ്ണിന് ഉള്ളിൽ നിന്ന് എടുത്ത കുട്ടിയാണ്. ഞാനാണ് പട്ടി വേണം പറഞ്ഞത്. എന്താ വെച്ചാൽ എൻ്റെ വീട്ടിലൊരു പട്ടി ഉണ്ടായി, അത് ഒലിച്ചുപോയി. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് എനിക്ക് പട്ടീൻ്റെ ഇത് മതി പറഞ്ഞു. ഞാൻ പണ്ടൊക്കെ നല്ല വീക്കായിരുന്നു. പിന്നെ ജോബ് സാറ്, ശരത്ത് സാറൊക്കെ വന്നപ്പോൾ അങ്ങനെ ഇടയ്ക്ക് ഉഷാറാണ് അവർ. ഒന്നാമത്തെ ഒരു ഗുണമെന്ന് വെച്ചാൽ മത്സരത്തിൻ്റെ യാതൊരു ഭാരങ്ങളും കുട്ടികൾക്കില്ല. ഇവിടെ ഗ്രേസ് മാർക്ക് വേണമെന്നോ 1ാം സമ്മാനം വേണമെന്നോ 2ാം സമ്മാനം വേണമെന്നോ ഒന്നുമില്ല. ഏറ്റവും മനോഹരമായതിനെ അവതരിപ്പിക്കുന്നതിനൊപ്പം തന്നെ അവർക്ക് എൻജോയ് ചെയ്യാൻ കഴിയും. ഉണ്ണിമാഷ് എൻ്റെ അടുത്ത സുഹൃത്താണ്. ഒരു 20 വർഷമായിട്ട് ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ മാഷ് എല്ലാ പ്രാവശ്യവും വിളിക്കും, നാടകം ചെയ്യാൻ വരണം. മറ്റ് തിരക്കുകൾ കാരണം പോകാൻ പറ്റില്ല. പിന്നെ ഈ ദുരന്തത്തിന് തൊട്ട് മുമ്പും വിളിച്ചു. അപ്പോൾ ഞാൻ ഉറപ്പായിട്ട് വരാമെന്ന് പറഞ്ഞ് എനിക്ക് പോകാൻ പറ്റില്ല. പക്ഷെ ഇതിന് ശേഷം മാഷ് വിളിച്ചിട്ട് പറയുമ്പോൾ എന്തായാലും നമുക്കിത് ചെയ്തേ പറ്റുള്ളൂ. കുറച്ച് മക്കളേ ഉള്ളൂ. കാരണം അതിനുശേഷം കുറേ കുട്ടികൾ നഷ്ടപ്പെട്ടു പോയി. പിന്നെ TC വാങ്ങി പോയിട്ടുണ്ട്. വളരെ കുറച്ച് കുട്ടികളേ ഉള്ളൂ. അപ്പോൾ അവരെ വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ നാടകം ചെയ്യാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല ആദ്യം ചെല്ലുമ്പോൾ. ഇവരെ ഒന്ന് റെഡിയായി വരണം, ഒന്ന് ഫ്രഷായി വരണം, ഓണായി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ശരത്താണത് കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത്. പക്ഷെ ആദ്യത്തെ ഒരു അവസ്ഥ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു എനർജി ഇല്ലാത്തൊരവസ്ഥ. ഞാൻ ചോദിച്ചു, ജോബേട്ട ഇതിപ്പോൾ എന്താ ചെയ്യുക, നമുക്ക് അത്രേ ദിവസമുള്ളൂ. കാരണം സാധാരണ ഒരു നാടകം മൊത്തത്തിൽ റിഹേഴ്സൽ ചെയ്ത് അതിനെ മൊത്തത്തിൽ സെറ്റ് ചെയ്തെടുക്കൽ ഒരു പരിപാടി ഭയങ്കര കുറച്ച് ടൈം കൺസ്യൂം ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ സമയത്തിന് ഈ പരിപാടി നടക്കുമോ കാര്യങ്ങളൊക്കെ ഭയങ്കര സംശയമായിരുന്നു. ഒരാളെ ടച്ച് ചെയ്യാൻ വരെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവർക്ക് ഫസ്റ്റ്. അപ്പോൾ അതൊക്കെ എങ്ങനെ ഒരു ഗെയിമോട് മാറുക, അതൊക്കെ മാറി. പിന്നെ ഇവർ ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങി, ഇവർ ഒരുമിച്ച് ചാടാൻ തുടങ്ങി, ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി, ഒരു എനർജി ഷെയർ ചെയ്യാൻ തുടങ്ങി, ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ തുടങ്ങി. ഞാൻ ആ വെള്ളാർമല സ്കൂളിലേക്ക് മക്കളുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ആദ്യമൊന്നും പെർഫോമൻസ് ഒന്നും അത്ര നന്നായി വന്നില്ല. കാരണം ചില നാടകം കണ്ടിട്ടുള്ള കുട്ടികളല്ല, അതിൻ്റെ പരിസരം, അതിൻ്റെ പശ്ചാത്തലം ഒന്നും ഉള്ള കുട്ടികളല്ല. പക്ഷേ പിന്നീട് ഈ അവരത് അനുഭവിക്കാൻ തുടങ്ങി. ഏറ്റവും സന്തോഷം നാടകപ്രവർത്തനം എന്നുള്ളത് ഏറ്റവും സന്തോഷം. ആ കുഞ്ഞുങ്ങൾ ഇന്ന് സന്തോഷിക്കുന്നതാണ്. അത്ര ചിരിക്കുന്നുണ്ടായിരുന്നു, അത്ര മനസ്സോർന്ന് ചിരിക്കുന്നുണ്ട്, കെട്ടുപിടിക്കുന്നുണ്ട്, അവർ നന്നായി പെരുമാറുന്നുണ്ട്, അവരുടെ സ്വഭാവത്തിലുണ്ടായ മാറ്റമുണ്ട്. 25 കിലോമീറ്റർ ചുറ്റളവിലൊരു ചിതറിപ്പോയി.
വെള്ളാർമല ആ പ്രദേശം ചുരൽമല മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചിതറിപ്പോയെടുത്തുനിന്ന് ഇപ്പോഴും ഒരു പുനരധിവാസം ആയി വരുന്നതേ ഉള്ളൂ. കാലം ഇത്രയായി. അപ്പോൾ രക്ഷകർത്താക്കളുടെ അവരുടെ സമൂഹത്തിൻ്റെയൊക്കെ ഒരു ആശങ്ക കുട്ടികളിൽ വല്ലാത്തുണ്ട്. ഈ ആശങ്ക കുട്ടികളുടെ മുഖത്തുണ്ട്. അവർ സംസാരിക്കുമ്പോൾ അടുത്ത് സംസാരിക്കുമ്പോൾ അവരത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവസാനം ചോദിക്കുന്നത്, ഈ രാജ്യം ഞങ്ങളുടേത് കൂടിയല്ലേ? ഒരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ, ഓടമഞ്ഞിൽ അണിഞ്ഞൊരുങ്ങി നിറഞ്ഞു നിൽക്കുന്നേ